എല്ലാവർക്കും നമസ്കാരം. ക്യാരറ്റ്, കാബേജ്, കാപ്സിക്കം, സവാള ഇവയൊക്കെ നീളത്തിൽ അരിഞ്ഞും അതോടൊപ്പം നൂഡിൽസ് വേവിച്ച് മാറ്റിവെച്ച് ചൂടായ എണ്ണയിലോട്ട് വെജിറ്റബിൾസ് ഇട്ട് അതിൻ്റെ ക്രഞ്ചിനെസ് നിലനിർത്തിക്കൊണ്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇവയിട്ട് ഒന്ന് ചൂടായതിലേക്ക് അല്പം നാരങ്ങാനീരും കൂടി ഒഴിച്ച് നമുക്ക് ഒരു ഫില്ലിങ്സ് തയ്യാറാക്കി വെക്കണം. പിന്നീട് ഒരു ആട്ട വെച്ച് ഉണ്ടാക്കിയ റാപ്പർ, ഞാനിവിടെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ റാപ്പറാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് വെച്ച് അതിലേക്ക് ഫില്ലിങ്സ് നിറച്ചതിന് ശേഷം അല്പം ആട്ടാമാവിലോട്ട് വെള്ളം ചേർത്ത് ഒരു പശ പോലെയാക്കി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നീട് എണ്ണ നന്നായി ചൂടാക്കി എടുത്തതിലേക്ക് ഈ സ്പ്രിംഗ് റോൾ ഇട്ട് പിന്നീട് ഗ്യാസ് ഫ്ലെയിം ഒന്ന് സിം ആക്കിയതിന് ശേഷം ഇരുവശവും ഒന്ന് മുരിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ആട്ട വെച്ചുള്ള റാപ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് റോളാണ് ഇത്. ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും ഈവനിങ് സ്നാക്സായും ഒക്കെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഈ ആട്ട റാപ്പർ നമുക്ക് ഉണ്ടാക്കി എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളോളം സൂക്ഷിക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കിയെടുക്കാം.